ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് പബ്ജി മൊബൈൽ ലൈറ്റിലെ വാർ മോഡാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വാർ മോഡ് കളിക്കുക മാത്രമല്ല, അതിൽ യൂസ് ചെയ്ത കുറച്ച് ടിപ്സും പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ വാർ മോഡ് ഭയങ്കര ഷോക്കാണ്. കാരണം പബ്ജി മൊബൈലിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ആകെ 8 ആൾക്കാരെ കിട്ടുന്നത് സ്ക്വാഡ് കളിക്കുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മളും വേറൊരു ടീമും മാത്രമാണ് നമുക്കിതിൽ കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീട്ടിൽ ആളുണ്ടെന്ന് മനസ്സിലായി. അവൻ ബോംബ് ചെയ്യായിരുന്നു. ഞാൻ ജസ്റ്റ് അവനെ കൊല്ലാൻ വേണ്ടി ഒരു ഫയർ ചെയ്തു, പക്ഷേ അവനെ കൊണ്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴോട്ട് പോയി അവൻ്റെ കില്ലെടുക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പിന്നെയും താഴോട്ട് പോയി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും താഴോട്ട് പോയത്. പക്ഷേ അവൻ സെക്കൻഡ് ഫ്ലോറിലുണ്ടായിരുന്നു. അവൻ എൻ്റെ ടീംമേറ്റിനെ അടിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു വെടി എനിക്ക് കൊണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവൻ്റെ കില്ലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഫയർ ചെയ്തു. അതിലൊരെണ്ണം അവന് കൊണ്ടു. ഓക്കെ, അപ്പോൾ അവൻ പിന്നെയും താഴോട്ട് പോയി. കാരണം ഹീൽ ചെയ്യാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളുള്ളത് കൊണ്ട് തന്നെ ഒരാൾ അവനെ അടിച്ചു. എനിക്ക് സ്റ്റഡിയിൽ നിന്ന് അവനെ അടിക്കാൻ പറ്റി. അതുകൊണ്ട് അവനെ കില്ല് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, സ്നൈപ്പറാണ് നിങ്ങളുടെ വാർ മോഡിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരാൾ അവനെ കവർ ചെയ്യുക, മറ്റേ ആൾ സ്റ്റഡിയിൽ നിന്ന് അടിക്കുക. ഇനി ഈ ബിൽഡിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവിടെ എൻ്റെ ടീംമേറ്റിനെ അവൻ കൊന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ബോംബ് എറിഞ്ഞു. കാരണം അവൻ്റെ ആ ഒരു ശ്രദ്ധ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ബോംബ് എറിഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ചെന്ന പാടെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം അവൻ്റെ ഏതാ ഗെയിമെന്ന് അറിയില്ല. അപ്പോൾ അവൻ്റെ കാരണം എൻ്റെ ടീമില്ല. ഫസ്റ്റ് വെടി എനിക്ക് കൊണ്ടു. നല്ല ലൈഫ് പോയി. പിന്നെ ഞാനൊന്ന് വെടിവെച്ചു. പിന്നെ ഫയർ ബട്ടൺ ഞെങ്ങുന്നില്ല. കാരണം 3 ഫിംഗർ ആയതുകൊണ്ട് ഫയർ ബട്ടൺ ഞെങ്ങുന്നില്ല. അവൻ ഈ വീട്ടിൽ കയറാൻ നോക്കി. വീട്ടിൽ കയറി ആ സൈഡ് പോയി. അപ്പോൾ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി അടിക്കാമെന്ന് വിചാരിച്ചു. കുറേ പ്രാവശ്യം ഞാൻ ചാടി കളിച്ചു ഗൈസ്, പക്ഷേ കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അവനെ ഞാൻ ഇവിടെ നിന്ന് തന്നെ അടിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു. അപ്പോൾ അവൻ്റെ ലൈഫ് ഏകദേശമൊക്കെ തീരുമാനമായി. പിന്നെ ഒന്നും കൂടി അടിച്ചപ്പോൾ അവൻ നോക്കൗട്ടായി. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് സ്കോപ്പ് ചെയ്തപ്പോൾ അവനെ കണ്ടു. അപ്പോൾ അവനെ ജസ്റ്റ് നോക്കൗട്ട് ചെയ്തു. അവിടെ പിന്നെയും ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരാളും കൂടി ഉണ്ട്. കാരണം അവിടെ ഫയറിങ്ങിൻ്റെ ഒരു ഐക്കൺ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്തു. അപ്പോൾ അവൻ ഹീൽ ചെയ്യാൻ വേണ്ടി ബാക്കോട്ട് വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ 2 ആളുണ്ടെന്ന്. അവരെ ഉറപ്പായിട്ടും റിവൈവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്തു. കാരണം അവിടെ പോയിട്ട് 2 ആളാണുള്ളത്. ഞാൻ ആ ജസ്റ്റ് ഒരു ഇത്തിരി ലൈഫിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് ഞാൻ കയറി ചെന്നു. അപ്പോൾ കയറി ചെന്നപ്പോൾ അവിടെ 2 ആളുണ്ടായിരുന്നു. അപ്പോൾ അവർ വലിയ കളിക്കാരൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ആദ്യത്തവൻ്റെ കില്ല് ഞാൻ സ്റ്റേഡിയിൽ നിന്ന് തന്നെ എടുത്തു. രണ്ടാമത്തവനും അപ്പോൾ ഹീൽ ചെയ്യായിരുന്നു. അവൻ്റെ കില്ല് എടുത്തു. നോക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. കില്ല് ഞാൻ പിന്നെ എടുത്തു. അപ്പോൾ ഗൈസ്, ഞാൻ ഇവനെയാണ് ഓടിച്ചത്. ഇവനെ ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിന്നൊരു ഫയർ കൊണ്ടു. പക്ഷേ അവൻ അതിൻ്റെ മുകളിലേക്ക് കയറി, ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറി. പിന്നെ രണ്ടാമത് ഒരുത്തനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചാടുകയും അതുപോലെ തന്നെ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മാറി നിൽക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫയറിങ് പെട്ടെന്ന് കൊള്ളില്ല. അങ്ങനെ ഞാൻ അവനെ അടിച്ചിട്ടു. അപ്പോൾ നിങ്ങൾ മാറിയാൽ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഫയറിങ് കൊള്ളില്ല. അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ കളിക്കുമ്പോൾ യൂസ് ചെയ്യുക. അപ്പോൾ നേരത്തെ ഉള്ളവന് ഉള്ളിൽ കയറിയത് എനിക്കറിയായിരുന്നു. പക്ഷേ അവനെ എൻ്റെ ടീംമേറ്റ് ആരും നോക്കൗട്ട് ചെയ്തിട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോയി ഒന്ന് കില്ല് ചെയ്തു. അപ്പോൾ മറ്റവന് കില്ല് കിട്ടി ഉള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്നൈപ്പറൊക്കെയാണ് നമ്മുടെ വാറിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡ്രോപ്പ് എടുക്കുക. കാരണം ഡ്രോപ്പിൽ നിന്ന് M249 ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ടീംമേറ്റിന് M249 കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഉണ്ട തീർന്നു തോന്നുന്നു. അപ്പോൾ എൻ്റെ ടീംമേറ്റ് ജസ്റ്റ് അവനൊന്ന് അടിച്ചിട്ടു. അപ്പോൾ തന്നെ അവർ കില്ലെടുത്തു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ബോംബ് എടുത്തെറിയുക. കാരണം അപ്പം അവർക്ക് നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അവർ ബോംബിൽ നിന്ന് രക്ഷപ്പെടാനാണ് നോക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിപ്പോയി. അപ്പോൾ അവൻ യൂസ് ചെയ്ത നല്ലൊരു ട്രിക്കാണ്. കാരണം അപ്പോഴത്തേനും അവൻ തോക്ക് മാറ്റിയിട്ട് സ്നൈപ്പറിൽ നിന്നൊരു ഉണ്ടാവാൻ കുറേ നേരം എടുക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അവൻ മെല്ലെ നമ്മളടിച്ച് നോക്കൗട്ട് ചെയ്യാൻ നോക്കി. നമ്മളെപ്പോഴും ഫയർ ചെയ്യാൻ നോക്കി. അവനപ്പോൾ സ്പീഡിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കൗട്ട് ചെയ്തു ആദ്യം. അത് കഴിഞ്ഞ് നമ്പർ 4നെ നോക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും.
അപ്പോൾ അവനെ നോക്കൗട്ട് ചെയ്തു. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവനെ നോക്കൗട്ട് ചെയ്തു. എന്നിട്ട് അവൻ ഫയർ ചെയ്ത് കൊല്ലാൻ നോക്കി. അപ്പോഴത്തേനും ഞങ്ങളുടെ ടീമിലെ നമ്പർ 2 വന്ന് അവനെ ഫയർ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവൻ മെല്ലെ മുകളിലോട്ട് കയറി. അപ്പോൾ നമ്പർ 2 പുറകെ പോയി, കാരണം അവനെ കൊല്ലാനാണ്. പക്ഷേ അതൊന്നും നടന്നില്ല. അവൻ എന്നിട്ട് തിരിച്ച് വന്നിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് റിവൈവ് ചെയ്തതിന് ശേഷം ഞാനാണ് അവൻ്റെ കില്ലെടുക്കുന്നത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉറപ്പായിട്ടും ബോക്സ് തുറക്കുമ്പോൾ നിങ്ങൾ ഗ്രനേഡ് എടുത്ത് വെക്കുക. കാരണം നിങ്ങളുടെ ഗ്രനേഡ് ഒരിക്കലും ഓട്ടോ പിക്ക് ആവില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് എടുക്കുക. കാരണം ഇനി നിങ്ങൾക്ക് ഗ്രനേഡ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചത്തിട്ട് പിന്നെയും വന്നാലേ നിങ്ങൾക്ക് ഗ്രനേഡ് കിട്ടൂ. അല്ലെ ഒരാളെ കൊന്നിട്ട് ബോക്സിൽ നിന്ന് എടുക്കണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രനേഡ് എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അവന് AWM ആണ്. നമ്മുടെ കാർ 98ൻ്റെ ഇരട്ടി പവറാണ് ആ AWMൻ്റെ ഒരു ഫയർ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു വെടി കൊണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കൊണ്ടിട്ടുള്ളൂ. അപ്പോഴത്തേനും ലൈഫ് 3/4 ഭാഗവും പോയി. അതിനുശേഷം അവൻ പിന്നെയും വെടിച്ചു. അങ്ങനെ ഞാൻ നോക്കൗട്ട് ആവുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പ് ഇവിടെയാണ് വർക്കാവുന്നത്. കാരണം ഞാൻ അവനെ അടിക്കുമ്പോൾ മറ്റവൻ M249 കൊണ്ട് അടിച്ചു. അപ്പോൾ നമുക്ക് ഒരിക്കലും തിരിച്ചടിച്ച് തീർക്കാൻ കഴിയില്ല. കാരണം അവൻ്റെ കയ്യിൽ AR ഗണ്ണാണ്. അപ്പോൾ ഇങ്ങനെ ചറപറാന്ന് വെടി വരുമ്പോൾ നമുക്ക് ഒരിക്കലും അവനെ ഈ സ്നൈപ്പർ വെച്ച് കൊല്ലാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.